2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ ഇനി ബി ജെ പിക്ക് അധികാരം ലഭിക്കില്ല എന്ന് RSS തന്നെ ബി ജെ പിയോട് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി ആ സംസ്ഥാനത്തെ തന്നെ കൃത്യമായും വിഭജിക്കാൻ വേണ്ടിയുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. നമുക്കറിയാം, മായാവതി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം, അതായത് 2007 മുതൽ 2012 വരെയാണ് അവർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഉത്തർപ്രദേശിനെ 4ആയി വിഭജിക്കാൻ വേണ്ടിയുള്ള നിയമം കൊണ്ടുവരാൻ അവർ ഒരുപാട് ശ്രമിച്ചതാണ്. അന്ന് അവർക്ക് കേവല ഭൂരിപക്ഷമുണ്ടായിരുന്നു. BSP ആയിരുന്നു അധികാരത്തിൽ. അന്ന് സമാജ്വാദി പാർട്ടിയായിരുന്നു പ്രതിപക്ഷത്ത്. 97 സീറ്റുകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. 206 സീറ്റുമായി അന്ന് മായാവതി ഉണ്ടായിരുന്നപ്പോൾ വലിയ രീതിയിൽ അവർ ഉത്തർപ്രദേശിൽ ഒരു പ്രത്യേക രീതിയിൽ ആ സംസ്ഥാനത്ത് വിഭജനം കൊണ്ടുവരണം എന്ന രീതിയിലേക്ക് പ്രത്യേകമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയതാണ്. അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ടായിരുന്നു. അതായത് ദേശീയ പാർട്ടി പദവി അന്ന് BSPക്ക് ഉണ്ടായിരുന്നു. അത് നിലനിർത്താൻ BSPക്ക് കൂടുതൽ സംസ്ഥാനങ്ങളിൽ പ്രാതിനിധ്യം വേണം. അതിന് ഉത്തർപ്രദേശിനെ 4ആയി വിഭജിച്ചാൽ അത് എളുപ്പത്തിൽ കഴിയും എന്ന് മായാവതിക്ക് അറിയാമായിരുന്നു. അതായിരുന്നു വാസ്തവം. എന്നാൽ ഇപ്പോൾ അതിനുവേണ്ടിയല്ല BJP ഇവിടെ ശ്രമിക്കുന്നത്. BJPക്ക് ദേശീയ പാർട്ടി പദവിയൊക്കെ ഉണ്ട്. അവർക്ക് നിരവധിയായ സംസ്ഥാനങ്ങളിൽ അധികാരമുണ്ട്. BJP മുഖ്യമന്ത്രിമാർ നിരവധി സംസ്ഥാനങ്ങളിലുണ്ട്. എന്നാൽ ഉത്തർപ്രദേശ് പോലൊരു സംസ്ഥാനത്തിന് അധികാരം തിരികെ പിടിക്കാൻ കഴിയില്ല എന്നവർക്കറിയാം. അപ്പോൾ ഭരണത്തിൻ്റെ ആനുകൂല്യം ഉപയോഗിച്ച് ആ സംസ്ഥാനത്തെ തന്നെ വിഭജിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ നീക്കങ്ങൾ നടത്താനാണ് അവർ ഒരുങ്ങുന്നത്. അങ്ങനെ സംഭവിച്ചാൽ സമാജ്വാദി പാർട്ടിക്ക് അധികാരം യു പിയിൽ ഐക്യത്തോടെ ലഭിക്കില്ല എന്ന് BJP കരുതുന്നു. യോഗി ആദിത്യനാഥിനെ കൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഡബിൾ എൻജിൻ പൊളിഞ്ഞിരിക്കുന്നു. ബുൾഡോസർ എന്ന് പറഞ്ഞ് എല്ലാ രീതിയിലും ഇടിച്ചു കയറി, അതായത് തങ്ങൾക്കിഷ്ടമില്ലാത്ത എല്ലാ മേഖലകളിലും തരിപ്പണമാക്കുന്ന യോഗിയുടെ വൈരാഗ്യബുദ്ധി ഇനി ചെലവാവുകയില്ല എന്ന് BJPക്ക് നന്നായി അറിയാം. മാത്രമല്ല, കേശവ് പ്രസാദ് മൗര്യയും ബ്രിജേഷ് പഥക്കും യോഗി ആദിത്യനാഥിനെ അംഗീകരിക്കാൻ ഒട്ടും തൽപരരല്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെ യോഗിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. യോഗിയുടെ അധികാരത്തിൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിലും തിരിച്ച് ഗോരഖ്പൂർ ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം പോകാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ഈ പണി പറ്റിയതല്ല എന്ന് മുലായം സിംഗ് യാദവ് തന്നെ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. മുലായം സിംഗ് യാദവ് ഒരിക്കൽ യോഗി ആദിത്യനാഥിനോട് കൃത്യമായി പറഞ്ഞു, നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണി നിങ്ങൾ ചെയ്യൂ. ഒരിക്കലും രാജ്നീതി അഥവാ രാഷ്ട്രീയം, ജനങ്ങളെ സേവിക്കൽ ഒന്നും നിങ്ങൾക്ക് പറ്റിയ പണിയല്ല. കാരണം വർഗീയമായി ജനങ്ങളെ വിഭജിക്കുന്നവർക്ക് ഒരിക്കലും ആ കണ്ണുകളോടെ അല്ലാതെ ജനങ്ങളെ കാണാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. എന്നാൽ BJP അതിന് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നു. ഉത്തർപ്രദേശ് എന്നത് വലിയ സംസ്ഥാനമായതുകൊണ്ട് തന്നെ പ്രായോഗികവശാൽ അവിടെ അധികാരത്തിൽ ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കോ എല്ലാ മേഖലയിലും കടന്നു ചെല്ലാൻ കഴിയില്ല. അതുകൊണ്ട് വിഭജിക്കാൻ വേണ്ടിയുള്ള നീക്കം എന്ന രീതിയിലേക്ക് പ്രത്യേകമായ ബിൽ കൊണ്ടുവരാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്.